അല്ല, ഇടയ്ക്കൊരു ചിക്കൻ ബിന്ദാലു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി ചേച്ചി, അത് ബാക്കി ഉണ്ടാന്ന് നോക്കിയത്. ആണല്ലേ, ഞാനത് കണ്ടായിരുന്നു. അപ്പൊ എനിക്കതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇവിടെ ശകലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് 2 കഷ്ണം കഴിക്കാന്ന് പറഞ്ഞു. ഒന്നുമില്ല, വെരി സോറി, അത് തീർന്നു പോയി. പക്ഷെ വിഷമിക്കണ്ട നോബി, ഞാൻ നോബിക്ക് ഇന്ന് സ്പെഷ്യലാ ചെയ്തേക്കുന്നത്. എന്താന്ന് വെച്ചാല് നോബി ഒരുപാട് സ്ഥലത്തൊക്കെ എന്നാ പറഞ്ഞ എബ്രോഡൊക്കെ ഒരുപാട് പോയിട്ടില്ലേ, സ്റ്റേജ് ഷോസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ട്. പാകിസ്ഥാനിൽ പോയിട്ടുണ്ടാ? പാകിസ്ഥാനിൽ പോയിട്ടില്ല. കണ്ടോ? അപ്പൊ പിന്നെ ചേച്ചിക്ക് എന്നാ സ്നേഹം നോക്കി. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ പാകിസ്ഥാനി ഡിഷാ. ആണോ? സത്യം പറഞ്ഞ ഇത് കാണുമ്പോ എനിക്ക് ഈ ആയുർവേദ ആശുപത്രി കിഴി കെട്ടി വെച്ചേക്കുന്ന ഒരു കാര്യം എനിക്ക് അതാണ് തോന്നുന്നത്. ഇത് ആയുർവേദ ആശുപത്രി അല്ല ചേച്ചി, കിഴി ഓർമ്മ, പണ്ടത്തെ കിഴിപ്പണ ഓർമ്മ വരും. എന്തായാലും പാകിസ്ഥാൻ ഞാൻ തരാം. അല്ല, ഞാൻ സത്യം ഇതിനെ വിളിച്ചപ്പം തന്നെ വന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സത്യം എവിടെ പോയാലും ഞാൻ ഹോട്ടലിൽ ചോദിക്കും, അവരോട് ചോദിക്കും ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന കട എവിടെ ഉണ്ടെന്ന് ചോദിക്കും. അതാണ് മുന്നിൽ. അപ്പം അതുകൊണ്ട് എന്തായാലും ഈ പാകിസ്ഥാൻ ഡിഷ് തിന്നുന്നതിന് മുമ്പ് ഒരു വന്ദേ മാതരം വിളിച്ചോട്ടെ. മാതരം. ആദ്യം ഭക്ഷണം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഓ അത് ശരി, ഓക്കെ. എന്തായാലും എനിക്കും അത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് എന്റെ അടുക്കളയിൽ വന്നേച്ച് ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ കഴിക്കുന്നത് എനിക്കിഷ്ടം. വീട്ടിലങ്ങനെയാണ് സ്ഥിരം. അമ്മയുടെ ഒന്ന് തല്ല് കിട്ടാറുണ്ടോ? ഇല്ല, വർത്താനം പറയില്ല, അതിനും സാധനം തപ്പുള്ളൂ. അമ്മയ്ക്ക് അറിയാം. അപ്പം കുഞ്ഞ് കയറി വരുമ്പോഴേ അറിയാം അവനോടൊന്നും മിണ്ടണ്ട, അവനവന്റെ കാര്യം നോക്കട്ടെ എല്ലായിടും തപ്പു അല്ലേ. കുഞ്ഞിലെ എനിക്കിതുപോലെ വീട്ടില് പാൽപ്പൊടി ടിന്നിനകത്ത് ഇട്ടു. അപ്പം ഞാൻ ഭയങ്കര പാൽപ്പൊടി കൊതിയനായിരുന്നു. അപ്പോൾ ആ സമയത്ത് പാൽപ്പൊടി കിട്ടാൻ അപ്പം ഞാൻ കാണാതെ അമ്മ ഒളിച്ചു വെച്ചേക്ക് പാൽപ്പൊടി. അപ്പം ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ അമ്മ പുറത്തിരുന്ന് പാത്രം കഴുകുന്നു. ഞാൻ ഓടിച്ചെന്ന് പാൽപ്പൊടി പാത്രം തപ്പി. ഇപ്പം ഈ അലമരയുടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ നോക്കി വെളിയിലോട്ട് നോക്കി കണ്ടില്ല. ഞാൻ ടക്കനെ പാൽപ്പൊടി പാത്രം തുറന്നിട്ട് ഒരു പിടിയെടുത്ത് വായിക്കാത്തിട്ട് സെറ്റായി തൊണ്ടയിലിങ്ങനെ സെറ്റായിട്ട് അനങ്ങാൻ വയ്യ, വാ തുറക്കാൻ വയ്യ. അവസാനം അമ്മ ചെന്ന് തോണ്ടി വിളിച്ചിട്ട് വാ തുറന്നപ്പോൾ കുറേ പൊടി പോയി. ബാക്കി അപ്പം പാത്രം കഴുകിക്കൊണ്ടുന്നൊരു സ്പൂൺ കഴുകിയിട്ട് ആ സ്പൂൺ തന്നെ ഇട്ടിട്ട് ഇളക്കി. അല്ലെങ്കിൽ പാൽപ്പൊടി തൊണ്ടയിൽ കുരുങ്ങിയൊരു ബാലം മരിച്ചെന്ന് അന്നത്തെ പത്രത്തിൽ വന്നതിന് കുറേ നാളായി. എന്തായാലും ദൈവാനുഗ്രഹിച്ച് പാകിസ്ഥാൻ ഡിഷ് എന്തായാലും അങ്ങനെയൊന്നും ഇല്ല. അല്ല, കുഴപ്പമില്ല. എന്തായി പാകിസ്ഥാൻ കഴിച്ചിട്ട്? ഇതിന്റെ പേര് കച്ചോരി ആണല്ലേ? അല്ല, വസീം അക്രമെന്നായിരിക്കും ഞാൻ വിചാരിച്ചത്. കച്ചോരി. ഇത് കീമ വെച്ച് ചെയ്യുന്നതാ. പാൽപ്പൊടി പോലെയല്ല, ഇത് വേറെയാ. കീമ എന്ന് പറഞ്ഞാ മട്ടൺ കീമ, കൊത്തി ഇറച്ചിയില്ലേ, അതിനാ കീമ എന്ന് പറയുന്നത്. ബാക്കിയൊന്നും അറിയാൻ മേലല്ലേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഒരു പേടിയും വേണ്ട. എന്റെ അടുക്കളയിൽ ഒന്ന് കഴിക്കുന്നതല്ലേ, ഇതാ ഐശ്വര്യമായിട്ട് കഴിക്കാം. ഒരു പേടിയും വേണ്ട. എന്നൊക്കെ പറയുന്നല്ലേ, എന്നാ പറയുന്ന ഞാൻ ഒറ്റ ഇടി വെച്ചെടുക്കാൻ എനിക്ക് പറ്റൂല കേട്ടോ. അത്ര ആരോഗ്യം എനിക്ക് പോരാ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇരുന്നോണ്ട് എന്തായാലും ഇപ്പൊ കഷ്ടപ്പെട്ട് നിന്നൊക്കെ കഴിക്കുക, അതെനിക്ക് ഇഷ്ടമല്ല. നമുക്ക് അവിടെ പോയി ഞാൻ ഈ പ്ലേറ്റോടെ ഒക്കെ തന്നേക്കാം. നമുക്ക് അവിടെ പോയി എന്നാ എടുത്തോട്ടെ. പിന്നെ എടുത്തോളൂ, ഞാൻ തരുന്നില്ല. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ. പണ്ട് ഞങ്ങൾ ആരാധിച്ചിരുന്ന ഒരു സിനിമാ നടിയുടെ കയ്യിൽ നിന്നും പാകിസ്ഥാനിലെ ഡിഷ് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അതൊക്കെ എല്ലാവർക്കും കിട്ടില്ലേ ഈ ഭാഗ്യം, ഇല്ലേ? സത്യം. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ചേച്ചിയുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അമ്മയാണ് സത്യം. അപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഈ കിഴിപ്പണം വാങ്ങിച്ച് കച്ചോരി, സത്യം അത് ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചി. സന്തോഷം. പിന്നെ ഷായി ചേട്ടൻ കല്യാണം കഴിച്ചപ്പോൾ അന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്കൊക്കെ ചെറിയ വിഷമം ഉണ്ടായി കാണുമല്ലേ? അല്ല, അന്ന് ഞാൻ സ്കൂളിലായിരുന്നു. അന്ന് കോളേജ് അടുത്ത് പറയണ എന്റെ കാര്യം. സിനിമ എടുക്കുമ്പോ എന്നെ വിളിക്കാൻ അത് പറഞ്ഞേച്ചും ഞാൻ പറയാം. അപ്പൊ നോബിക്ക് ചാൻസ്.
എന്തായാലും സന്തോഷമുണ്ട്. അത് നമ്മൾ സ്വപ്നത്തെ പോലെ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാന്ന്? ഇതുവരെ വിചാരിച്ചില്ല. ഈശ്വര അനുഗ്രഹിക്കട്ടെ. ഈ ഇടയ്ക്ക് ഞാൻ ഈ കോഴിക്കോടായിരുന്നു ഒരു ഷൂട്ട് എടുക്കുന്നത്. ആ സിനിമയുടെ പേര് ഒരു ബിരിയാണി കഥ എന്നാണ് ഇപ്പോൾ അവർ ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ നോയമ്പ് കാലം ആയതുകൊണ്ട് ഒരുപാട് ഡിഷസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു 5 ദിവസം നോയമ്പ് പിടിച്ച്. പിന്നെ അതിന് ശേഷം എന്തോ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നു. നോബി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ശരിക്കും എനിക്ക് എൻ്റെ ഒരു അറിവിന് ചോദിക്കുവാണേ, ഈ കോമഡി ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് അവരിങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്യുമോ എല്ലാ കാര്യങ്ങളും? അങ്ങനെ അതിപ്പോൾ നമുക്ക് ഇപ്പം ഞാനൊക്കെ സ്റ്റേജ് ഷോ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ എല്ലാവരും പുതുമയുള്ള സംഭവങ്ങൾ, അപ്പം നമ്മൾ ഈ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പേര് നമ്മൾ കണ്ടു പല ക്യാരക്ടേഴ്സ്, പല സ്ഥലങ്ങളിൽ പല ക്യാരക്ടർ, ചിരിച്ച് ചാവുന്ന എത്രയോ ക്യാരക്ടറുകൾ നമ്മൾ ഓരോരുത്തരെ കണ്ടിട്ട് ചിരിച്ച് ചാവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പിന്നെ സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ സ്കിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ആഴ്ച ഈ 2 സ്കിറ്റ് കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അത് ഈ ഇടയ്ക്ക് ഞാൻ ഒരാളെ കണ്ടു, പുള്ളി ബസ് സ്റ്റാൻഡിൽ വെച്ച്. പുള്ളിയുടെ ഡയലോഗാണ് ഇന്നത്തെ മണിയൻ നാളത്തെ കുമാർ. അത് ഞാൻ ആലോചിച്ചിട്ട് എന്താ ഇന്നത്തെ മണിയൻ നാളത്തെ കുമാർ, 2 സാധാ ആൾക്കാരുടെ പേരാണ്. അപ്പോൾ പുള്ളിയുടെ വിചാരം കുമാർ പണക്കാരനായിരിക്കും, അതായിരിക്കും പുള്ളി പറയുന്നത് ഇന്നത്തെ മണിയൻ നാളത്തെ കുമാർ. തല ശരിക്കും ഒരു എന്താ പറഞ്ഞ ഒരു മരണ വീട്ടിൽ ചെന്നാലും നമ്മൾ ചിരിക്കാനുള്ള എന്തെങ്കിലും ഒക്കെ കണ്ടുപിടിക്കും അല്ലേ? മരണ വീട് ഞങ്ങൾ പിന്നെ ഞാൻ ഈ കോമഡി സ്റ്റാർസ് എന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു മരണ വീട് സ്കിറ്റ് ചെയ്തു. ഈ മരണ വീട് സ്കിറ്റ് ചെയ്ത ആദ്യം മരണമെന്ന് പറയുന്നത് എല്ലാവർക്കും വേദന ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ആര് മരിച്ചാലും വേദന. പക്ഷേ ഒരു മരണം ബേസ് ചെയ്ത് ഈ വേദനയുള്ള സ്ഥലത്ത് കോമഡി കാണിക്കുമ്പോൾ അത് പവർ കൂടും ആ സാധനത്തിന്. അങ്ങനെ ഞങ്ങൾ ഈ സ്കിറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ സ്പോട്ടിലായിരുന്നു കൗണ്ടറുകൾ വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ സ്പോട്ടിൽ വരെ കൗണ്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഈ ഒരാൾ പറയുന്ന കൗണ്ടർ കേട്ട് മറ്റേ ചിരിക്കുകയാണ്. ഞാനൊക്കെ ചിരിച്ചിട്ട് തോർത്ത് വായിൽ കടിച്ച് പിടിച്ച് സത്യം ഞാൻ അങ്ങനെ ചിരിച്ച് അങ്ങനെ പരസ്പരം ചിരിച്ച് ജഡ്ജസൊക്കെ ഇരുന്ന് ചിരിച്ച് തല തല്ലി. പിന്നെ ഈ സ്കിറ്റ് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ എന്നൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഈ സ്കിറ്റ് കണ്ടിട്ട് ഒരു അമ്മച്ചി ശ്വാസം വിട്ട് മരിച്ചു. സത്യം ഞാൻ പിന്നെ പുറത്ത് ആരുടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. സത്യമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു ആരുടെയും പറയണ്ട, ചിരിച്ച് ശ്വാസം വിട്ട് മരിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഒരു 2 ആഴ്ചത്തേക്ക് ഈ പരിസരത്ത് പരിപാടി കൊണ്ട് ഇങ്ങോട്ട് വരരുത്. അപ്പോൾ അവരും പറഞ്ഞില്ല ഇവർക്ക് ശ്വാസം വിട്ടലുണ്ടായിരുന്നു. പിന്നെ ഇതും കൂടെ കണ്ടപ്പോൾ ചിരിച്ച് സത്യമായിട്ടുള്ളൊരു സംഭവമാണിത്. ഇതിനകത്ത് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിലിട്ട കൗണ്ടറാണ്. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ഡെഡ് ബോഡി കാണിക്കുന്നില്ല, എന്നാലും ഞങ്ങൾ പറയുന്നത് ഇത് എങ്ങനെയാണ് മരിച്ചത് എങ്ങനെയാണ് അറിയാമല്ലോ. പുള്ളി ഇങ്ങനെ പല്ലിൽ കമ്പി ഇട്ടിരുന്നു. പുള്ളി പല്ലിൽ കമ്പി ഇട്ടിട്ട് പുള്ളി മിന്നൽ വന്നപ്പം വെളിയിലിറങ്ങിയിരുന്നു. മിന്നൽ നേരെ പല്ലിൽ വന്നടിച്ച് സ്പോട്ടിൽ പറയാണ് ഇത്രയും ഭാഗം ഇളവിപ്പോയി, വായുടെ ഇത്രയും ഭാഗം ഇളവിപ്പോയി. ഇപ്പോൾ വായ്ക്കരി ഇടാൻ വായില്ല, പക്ഷേ ഒരു ഗുഹ മാത്രമേ ഉള്ളൂ. സ്പോട്ടിലിങ്ങനെ പറയണം. അപ്പോൾ അടുത്ത ആൾ പറയണം അപ്പോൾ ഇനിയിപ്പോൾ വായ്ക്കരി ഇടണമെങ്കിൽ പറ്റില്ലല്ലോ, ഇനിയിപ്പം പിന്നെ ചാക്കിന് കൊണ്ട് തട്ടാനേ പറ്റുള്ളൂ ഗുഹ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇത് കണ്ടതല്ല ഈ അപ്പോൾ ഓരോ ക്യാരക്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തങ്ങനെ ചെയ്ത നല്ല ഹിറ്റായ ഒരു സ്കിറ്റായിരുന്നു അത്. ഇപ്പോഴും ആൾക്കാർ ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞ് ഈ സ്കിറ്റ് ഞങ്ങൾ ചെയ്തിട്ട് ഇപ്പോഴും ആൾക്കാർ ഇത് പറയാം. ശരിക്കും ഈ ഫീൽഡിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ മിമിക്രി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മിമിക്രി അങ്ങനെ ചെയ്യില്ലായിരുന്നു. അന്ന് മോണോക്ട്, കഥാപ്രസംഗം, നാടകം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അപ്പോൾ ലാസ്റ്റ് സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അന്നൊരു നാടകം ചെയ്തു. നാടകം സീരിയസ് നാടകമാണ്. അപ്പോൾ ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി ഉച്ചയ്ക്ക് ശേഷമാണ് നാടകമെങ്കിലും രാവിലെ പോയി മീശയൊക്കെ ഒട്ടിക്കും. അന്ന് പിള്ളേരും വന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ജുബയൊക്കെ ഇട്ട് വില്ലനാണ്, ഒരു കത്തിയൊക്കെ ഉണ്ട് കയ്യിൽ. ഇതൊക്കെ കൊണ്ട് അന്ന് ഗൾഫുകാരെ വീട്ടിൽ ചെന്നിട്ട് തിളങ്ങുന്ന കത്തി ഒന്ന് തരുമോ, കളയരുത്, ഇനി കൊണ്ടുവരണം. അങ്ങനെ ബാഗിൽ സൂക്ഷിച്ച് കൊണ്ടുപോയി കത്തി. എന്നിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ സാറുമാർ പറയട്ടെ അത് വെളിയിലൊന്നും എടുത്ത് കളിക്കരുത് കേട്ടോ, പുരട്ടിയൊക്കെ വിടും.
അപ്പോൾ അന്ന് രാവിലെ തന്നെ ചെന്ന് മീശ ഒട്ടിക്കും, മീശയൊക്കെ ഒട്ടിച്ച് അവിടെ കിടന്നു. അപ്പോൾ ഈ നാടകത്തിൽ ഞാൻ ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്തത്. അപ്പം ഞാൻ ഓടി വന്ന് നായകനെ ഇങ്ങനെ പിടിച്ചിട്ട് എന്ന് കുത്താൻ പോകുന്ന സീനുണ്ട്. ഞാൻ ഓടി വന്നതും തെന്നി വീണ് സ്റ്റേജിനകത്ത് ഈ മണ്ണിളവി പിള്ളേർ ഒപ്പനയൊക്കെ കളിച്ചിട്ട് ഇളവി ഞാൻ ശ്രദ്ധിച്ചില്ല, ഓടി വന്ന് ബാലൻസ് കിട്ടില്ല. അപ്പം നമുക്കൊരു ചെറിയ പേടിയും ഉണ്ട്. ഇതുകൊണ്ട് ഓടി വന്ന് വീണപ്പം തുടങ്ങിയ ചിരിയാണ്. പിള്ളേർ വീഴുമ്പോൾ പിള്ളേർ ചിരി തുടങ്ങി. പിന്നെ എൻ്റെ എല്ലാ ഡയലോഗിനും ചിരി. ഈ നാടകത്തിലെ വില്ലനാണ്. അങ്ങനെ ഈ നാടകത്തിൻ്റെ റിസൾട്ട് പറയുന്നത് ഈ വെള്ളിയാഴ്ച മത്സരം കഴിയും, പിന്നെ ശനി ഞായർ അവധിയാണ്. അപ്പോൾ തിങ്കളാഴ്ച വരുമ്പോൾ ബോർഡ് എഴുതി വെച്ചേക്കും, റിസൾട്ട് ഇങ്ങനെ ബോർഡിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചേക്കും. അങ്ങനെ ഞാൻ നോക്കിയപ്പം മികച്ച കൊമേഡിയൻ ഞാൻ വില്ലനാണ്. പിന്നെ ഞാൻ പറയുന്ന എല്ലാ ഡയലോഗിനും പിള്ളേർ ചിരിയായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ അവാർഡാണ് വില്ലൻ ചെയ്ത് മികച്ച ഹാസ്യം എന്നുള്ള അവാർഡ്. സ്കൂളിൽ വെച്ച് മേടിച്ച വ്യക്തി ഞാനായിരിക്കും ലോക ചരിത്രത്തിൽ. ഞാൻ എന്ത് പറഞ്ഞാലും ചിരി. നിന്നെ പിന്നെ കാണിച്ചരിത്രം പിള്ളേർ ഇങ്ങനെ പത്തി പേടിച്ച് ജഡ്ജസ് ആയിട്ടിരുന്ന എല്ലാം നമ്മളെ സാറുമാരല്ലേ, ഇവരും ചിരിക്കുന്നു. തിരിച്ചെണീറ്റും ബാക്കിലും മണ്ണ്, അതും കണ്ട് ചിരി. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും ചിരി. ഇത് അങ്ങനെ ഞാൻ ഞെട്ടിപ്പോയാണ്. അങ്ങനെ ആദ്യത്തെ അവാർഡ് അതായിരുന്നു, വില്ലൻ ചെയ്തിട്ട് മികച്ച ഹാസ്യനടനുള്ള ആ വർഷത്തെ അവാർഡ്. അപ്പം അവിടെ നിന്ന് പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ IT പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അപ്പോൾ ഈ മിമിക്രിയുടെ ഒരു തരംഗമായിരുന്നു ആ സമയത്ത്. മിമിക്രി ആർട്ടിസ്റ്റുകളിങ്ങനെ ഒരുപാട് ഷോയിങ് ആ കാര്യങ്ങൾ. പിന്നെ മിമിക്രിയിലോട്ട് ഇറങ്ങിയ കാര്യം മോണാക്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു താല്പര്യം മിമിക്രിയിലോട്ട്. അങ്ങനെ ഒരുപാട് ട്രൂപ്പിൽ ചാൻസ് വെച്ച് നടന്നു. അന്ന് ഈ സിനിമ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമ നടന്മാർ മദ്രാസിൽ പോയി സിനിമയിൽ ചാൻസ്. അതുപോലെ കേരളത്തിലെ മിക്ക ട്രൂപ്പിലും പോയിട്ട് മിമിക്രി ചാൻസ് വരുന്നു. അപ്പോൾ അവർ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ വിട്ട് അങ്ങനെ ഒരു ട്രൂപ്പിൽ തിരുവനന്തപുരം സാരഥി എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് പ്രൊഫഷണൽ. അപ്പോൾ അതിൽ ആ വർഷം ചേർന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ കളിക്കാറുണ്ട്. അപ്പം നമ്മളെയൊക്കെ ഒരിതിൽ ഒന്ന് ഒതുക്കും. അങ്ങനെ ഒതുക്കി നിർത്തി. അങ്ങനെ പിന്നെ നമുക്ക് സ്കിറ്റുകളൊക്കെ അവരാണ് പറഞ്ഞു തരുന്നത്, ഇങ്ങനെ ചെയ്യണം, സീനിയർ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മണിയണ്ണൻ, മണിയണ്ണൻ അന്ന് ഒരു ഡ്രാമ എഴുതി. ഒരു ഡ്രാമ എഴുതിയിട്ട് അത് 3 ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടറുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മക്കു, പൂക്കി, ഉഗ്രൻ എന്ന് പറഞ്ഞ 3 കൊള്ളക്കാരുടെ ഒരു കഥ. ഭയങ്കര കോമഡിയായിരുന്നു. പഴയ കൊള്ളക്കാരില്ലേ, ആ സംഭവം വെച്ചിട്ടൊരു സാധനം എഴുതി. ഇതിനകത്ത് ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു. ഈ ഉഗ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. കാര്യം ഭയങ്കര കോമഡിയായിരുന്നു. ഈ സാധനം ഞങ്ങളന്ന് കളിച്ചിട്ട് ഇതിലൊരു ക്യാരക്ടർ എനിക്ക് തന്നത്. ഈ സാധനം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇന്നൊരു സ്റ്റേജിൽ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അന്വേഷിക്കും ഇനി ഈ പ്രോഗ്രാം എവിടെ ഉണ്ട്. അങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ആൾക്കാർ വന്നു. പിന്നെ അന്നന്ന് ശമ്പളമൊക്കെ ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ മിമിക്രി കളിച്ചു. പിന്നെ അടുത്ത വർഷം മിക്ക ട്രൂപ്പുകാരും വിളിക്കാൻ തുടങ്ങി. നമ്മൾ പോയി ചാൻസ് ചോദിച്ച ട്രൂപ്പുകാരൊക്കെ നമ്മളെ വിളിക്കാൻ തുടങ്ങി.